നമസ്കാരം. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഒരു കുടുംബത്തിലെ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ചാത്തമംഗലം വെള്ളന്നൂർ സ്വദേശികളായ രാജേഷ്, ഭാര്യ ഷിംന, മക്കളായ ആരാധ്യ, ആദിത് എന്നിവരെയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചൊവ്വാഴ്ച രാത്രി വയനാട്ടിലേക്ക് പോയ കുടുംബം വൈത്തിരിയിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആരാധ്യയ്ക്ക് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടു. അമ്പലവയലിലെ റിസോർട്ടിൽ എത്തിയതിന് പിന്നാലെ രാജേഷിനും ഷിംനയ്ക്കും മകനും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. തുടർന്ന് അമ്പലവയലിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. മകളുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം തൃശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന കുറ്റിലക്കടവ് സ്വദേശിയായ സ്ത്രീ മരിച്ച സംഭവത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ച സംഭവിച്ചു. പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച നുസൈബയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. സംഭവം വിവാദമായതോടെ വീട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരികെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പെരിഞ്ഞനം 3 പീടികയിലെ സെയിൻ ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഞായറാഴ്ച രാവിലെ വീട്ടിലുള്ള മറ്റു 3 പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴും നുസൈബയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തിങ്കളാഴ്ച രാവിലെയോടെ ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയ നുസൈബയെ പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. സ്ഥിതി മോശമായതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മരണപ്പെടുന്നത്. തുടർന്ന് രാവിലെയോടെ നുസൈബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആശുപത്രി അധികൃതർ വീട്ടുകാർക്ക് വിട്ടു നൽകുകയായിരുന്നു. മരിച്ച വിവരം പോലീസിനെ അറിയിക്കുന്നതിലും ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റി. ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചാൽ പോലീസിനെ അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ മൃതദേഹം വിട്ടു നൽകാൻ പാടുള്ളൂ എന്നുമാണ് നിയമം. എന്നാൽ ഇതെല്ലാം മെഡിക്കൽ കോളേജ് അധികൃതർ കാറ്റിൽ പറത്തി. മെഡിക്കൽ കോളേജിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. മരണകാരണം ഭക്ഷ്യവിഷബാധയാണെന്ന് ആശുപത്രി അധികൃതർ തങ്ങളെ അറിയിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയത്. എന്നാൽ പിന്നീടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇവർക്കുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഇവർ പ്രത്യേകം ആവശ്യപ്പെട്ടതുമില്ല. സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് 178 പേരാണ് കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയത്. ആശുപത്രികളിൽ കഴിയുന്നവർ പലരും അപകടനില തരണം ചെയ്തെങ്കിലും മിക്കവരും നിരീക്ഷണത്തിൽ തന്നെയാണ്. പലരുടെയും ഛർദിയും വയറിളക്കവും പൂർണ്ണമായും മാറിയിട്ടില്ല. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുപോയ ദീർഘദൂര യാത്രക്കാരും ചികിത്സ തേടിയതായി പറയപ്പെട്ടു. ആഴ്ച അവസാനവും അവധിക്കാലവും ആയതിനാലാകാം എണ്ണം കൂടിയത് എന്നാണ് നിഗമനം. അതേസമയം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് നേരത്തെയും ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നതായി സ്ഥലം MLA ET ടൈസൺ പറഞ്ഞു. 6 മാസം മുൻപ് 2 പേർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്നും തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി പിഴ ഈടാക്കി ഹോട്ടൽ പൂട്ടിച്ചതായും അദ്ദേഹം അറിയിച്ചു.